വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ഇറ്റ്സ് മീ ഗെയിംസ്റ്റർ എന്ന് പറഞ്ഞ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് ഇതേ നമ്മളിതാ പുതിയൊരു ഗെയിം ആയിട്ടുണ്ട് നമ്മളിത് വീണ്ടും വന്നേക്കാണ് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ആയിട്ട്. ഇപ്പോൾ നമ്മുടെ പേര് കേട്ടപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നിയിട്ടുണ്ടാവും, എന്താ പേര് മാറ്റിയെന്ന്. കുറച്ച് നാളായി ഗൈസ് ഇങ്ങനെ ഇട്ടിട്ട്, അതാണ് ഗൈസ് നമ്മൾ പേര് മാറ്റിയത്. അതുകൊണ്ട് ഞാൻ ഇറ്റ്സ് മീ ഗെയിംസ്റ്റർ എന്നുള്ള ഒരു പേരാണ് നമ്മൾ ഇടാൻ പോണത്. അപ്പോൾ നമ്മളിന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, നമ്മുടെ താറുണ്ട്, ഫോർച്യൂണർ ഉണ്ട്, R15 ഉണ്ട്, RC319 ഉണ്ട് ഗൈസ്. RC319 ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലല്ല, നമ്മൾ ഇന്ന് പീറ്റർ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട് ഗൈസ്. അവൻ എന്നെ ഒന്ന് വിളിച്ചിട്ടുണ്ടായി, അവനെന്തൊരു കാര്യം എന്തോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിലില്ലെങ്കിൽ അതിൽ നമ്മുടെ മറ്റേ ഇതുണ്ടല്ലോ, കൺസ്ട്രക്ഷൻ ഏരിയ, അവിടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരുന്ന അവിടെ താറും കൊണ്ട് പോവാട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് അവൻ്റെ വീട്ടിൽ പോയ ശേഷം നമുക്ക് കൺസ്ട്രക്ഷൻ ഏരിയയിലേക്ക് പോവാം. എന്താണെന്ന് വെച്ചാൽ മിക്കവാറും വീട്ടിലുണ്ടാവാനാണ് ചാൻസ് കൂടുതൽ. ഗൈസ്. അപ്പോൾ നമ്മുടെ താറ് നമ്മളത് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ താറിന് പിന്നെ ടയറൊക്കെ ചേഞ്ച് ചെയ്യാൻ ടൈമായി ഗൈസ്. ടയറിൻ്റെ ഗ്രിപ്പൊക്കെ മൊത്തം പോയി. വണ്ടിയൊക്കെ മൊത്തം ഡ്രിഫ്റ്റാണ്. പിടിച്ചാൽ കിട്ടില്ല വണ്ടി. അത്ര കണ്ട പിടിച്ചാൽ കിട്ടില്ല. ഇപ്പോൾ ജസ്റ്റ് മിസ്സിനത് മുട്ടിയാനെ, ഇപ്പോൾ അത് മുട്ടിയാനെ ഗൈസ്. അപ്പോൾ നേരെ നോക്കിന്നെ അവൻ്റെ വീട്ടിൽ പോകണം കേട്ടോ. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞതിൻ്റെ പേര് മാറ്റം കാണിച്ചാൽ പറഞ്ഞല്ല. ഇത് കുറേ നാൾ നമ്മുടെ ചാനലിൽ ഇങ്ങനത്തെ പേരിട്ട് മിസ്റ്റർ കാൽവിൻ ഗെയിമിങ്സ് എന്നും പറഞ്ഞ്. അപ്പോൾ അതെനിക്കൊരു നെഗറ്റീവായിട്ടൊരു ഇത് തോന്നി ഗൈസ്. കാരണം നമ്മളെ പുതിയൊരു പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇറ്റ്സ് മീ ഗെയിംസ്റ്റർ. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടേ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞോ, ഇഷ്ടപ്പെട്ടെങ്കിൽ അതും ഇത് പറഞ്ഞ തന്നെ കമൻറ്റിൽ പറഞ്ഞു. അപ്പോൾ നേരെ നോക്കി ഇനി അവൻ്റെ വീട്ടിലേക്ക് പോകാം. അവൻ്റെ വീട്ടിലേക്ക് കുറച്ച് ലോങ് ആണ് ഗൈസ്. കുറച്ച് ലോങ് സ്ഥലത്താണ് അവൻ്റെ വീടെന്ന് പറയുന്നത്. അത്യാവശ്യം അവനെന്തോ ഒരു കാര്യം കൊണ്ടുവരാന്നൊക്കെയാണ് ഗൈസ് പറഞ്ഞേക്കണത്. അപ്പോൾ അവൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു കാറും മേടിച്ചിട്ടുണ്ട് ഗൈസ്. അത് വേറെ കാര്യം. അപ്പോൾ നമ്മുടെ വീട് ഇവിടെ വീടെന്ന് അവൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്, പീറ്ററിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം മിക്കവാറും പീറ്റർ ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് പീറ്ററിനെ കണ്ടുപിടിക്കാം ഗൈസ്. നമുക്ക് ഇവിടുന്ന് ആദ്യം ഒന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്കിനി പീറ്ററിനെ കണ്ടുപിടിക്കാം. പീറ്ററേ, പീറ്ററേ എടാ ഞാൻ വന്നറാ. പീറ്ററേ ഡാ ഞാൻ വന്നറാ. ഗൈസ് ഇവനിവിടെ ഇല്ലേ? ഇവനിവിടെ വാതിൽക്കത്ത് കൊണ്ടിട്ടാണല്ലോ ഗൈസ് പോയേക്കണ. ഗൈസ് ഇവനിവിടെ ഇല്ല. ഇവനോട് ഇല്ലേ? ഗൈസിന് കുറേ ദൂരം ഗൈസ് കൺസ്ട്രക്ഷൻ്റെ അവിടെ. പക്ഷേ ഞങ്ങൾക്കവിടെ ഫസ്റ്റ് പോയാൽ മതിയായിരുന്നു അവിടെ. പക്ഷേ ഇത് കഷ്ടമാണ്. ആദ്യം വീട് മൊത്തത്തിലൊന്ന് നോക്കാം ഗൈസ്, അതാണ് നല്ലത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ അഥവാ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഇങ്ങനെ വെറുതെ ആവും. അതാണ് ഒരു കാര്യം കൺഫേമായി. ഇതാ അവനിവിടെ ഇല്ല. അപ്പോൾ നേരെ നോക്കിയിനി വായിൽ വേറെ ഗൈസ് കൺസ്ട്രക്ഷൻ ഏരിയയിലേക്ക് നമുക്കിനി പോവാം. അപ്പോൾ നേരെ നോക്കിയിനി കൺസ്ട്രക്ഷൻ ഏരിയയുടെ അവിടെ ചെന്നിട്ട് ഇനി ബാഗാനങ്ങളിൽ ചെന്ന് കാണാട്ടാ. എടാ വേഗം പോടാ ഗൈസ്. ഒരു കാര്യം അപ്പോൾ ഫുൾ ഫോമായിട്ട് ഞാൻ പറഞ്ഞതാണ്, ടോട്ടലി കൺഫേം ആയിട്ടുണ്ട്. അവനിവിടെ ഇല്ല, അവൻ്റെ ബൈക്ക് ഇവിടെ ഇല്ല. അപ്പം കുറച്ച് ഈ പറഞ്ഞ ഗൈസ് റിച്ച് മാനാണ്. എൻ്റെ വീട് 2 നില വീടാണ്, ഇവൻ്റെ വീട് 1 നില. ഇവൻ്റെ വീട് 2 നില വീടാണ്. പക്ഷെ എന്നെ കണ്ട റിച്ചാണെന്ന് തോന്നുന്നു ഗൈസ്. പക്ഷെ ഞാൻ അത്യാവശ്യം പൂറാണ്, മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ ഗൈസ് റിച്ച് എന്ന് പറയുന്നത്. അപ്പം ടോപ്പ് ആൻഡ് ലെവൽ എന്നേക്കാൾ ഭയങ്കര റിച്ചാണ് ഗൈസ്. അവൻ്റെ കയ്യിലുണ്ടല്ലോ ഹയാബൂസ ഉണ്ട്, നിഞ്ച ഉണ്ട്. അവനുണ്ട് വേണമെങ്കിലുണ്ടല്ലോ, എനിക്കിപ്പോൾ എന്ത് വേണമെങ്കിലും ഇപ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാനും പറ്റും. അത് വേറെ കാര്യം ഗൈസ്. അവനിപ്പോൾ എന്തായാലും ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഏരിയയിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവും, അത് ഉറപ്പാണ് ഗൈസ്. അല്ലെങ്കിൽ അവനെന്നോട് വരാൻ പറയൂല, അത് വേറെ കാര്യം. ഇപ്പോൾ ഇങ്ങനെ കൺസ്ട്രക്ഷൻ ഏരിയയുടെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവൻ ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്തുമായിരിക്കും സർപ്രൈസ്, അത് വേറെ കാര്യം. അതെനിക്ക് ഇപ്പോഴും പിടി കിട്ടിയിട്ടില്ല ഗൈസ്.
പേഴ്സ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് ഒരു കാര്യം കൺഫേമായി, അവനിവിടെ തന്നെ ഉണ്ട്. ഗൈസ് GTR 34 6 സോറി ഗൈസ് ഗോൾഡൻ ഗൈസ് ഇവനോട് പോയി കണ്ടിട്ട് ഈ കാർ വെച്ചിട്ട് അവനോട് പോയി. അവന്റെ ബൈക്ക് കൂടെ ഉണ്ട് ഗൈസ്. ഇവനെ കാണാൻ തപ്പണ്. അവന് GTR വെച്ച് ഇവിടെ പോയി കാണാൻ. ഒരു കാര്യം ചേട്ടാ, ഞാനിന്ന് അവനൊന്ന് ജസ്റ്റ് വിളിച്ചു നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാതാ നല്ലത്. അവൻ്റെ കയ്യിലുള്ള ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട് ഗൈസ്. ഓക്കെ, അവനെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കട്ടെ ഗൈസ്. അപ്പം ഞാൻ വണ്ടി മുമ്പോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അപ്പോൾ അവൻ്റെ നമ്പർ എനിക്കറിയാം ഗൈസ്. ഓക്കെ, ഞാൻ വണ്ടി ഒന്ന് സൈഡിൽ നിന്ന് ഒതുക്കി ഇടട്ടെ കേട്ടാ. വണ്ടി ഞാൻ സൈഡിലേക്കൊന്ന് ഒതുക്കി ഇടട്ടെ. ഒതുക്കിയിടും. ഓക്കെ അതെ, നമ്മൾ ഒതുക്കിയിട്ടുണ്ട്. ഒക്കെ അവനൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കാം കേട്ടോ. ആദ്യം ഒന്ന് എത്രയാണ് 10002230. ഓക്കെ, ഒന്ന് വിളിച്ചു നോക്കട്ടെ കേട്ടാ. ഹലോ എടാ പീറ്ററേ, എടാ നീ ഇവിടെ കാർ കൊണ്ടുവന്നിട്ടുണ്ടോ? മറ്റേ എവിടെയാണ് കൺസ്ട്രക്ഷൻ ഏരിയയിൽ സഞ്ചരി ഗോൾഡ് നീ കൊണ്ടിട്ടുണ്ടോ? നീ എന്തേ എടാ നീ ഇത്രക്ക് റിച്ചായിരുന്നു? നീ ഇതൊക്കെ ഇങ്ങനെ ഒപ്പിച്ച് നീ? അതൊക്കെ ഞാൻ സെറ്റാക്കി. പിന്നെ ഒരു കാര്യം, ഞാൻ ഇവിടെ ഇല്ല. ഞാൻ നിന്റെ വണ്ടി ഫോർച്യൂണർ എടുത്തിട്ടുണ്ട്. അത് കാരണം സ്ഥലം പോയിക്കാനാണ്. നീ ഉണ്ടല്ലോ ആ കാർ കൊണ്ടുവന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി വെക്കും. ഓക്കെ ഡേ സെറ്റ്, അത് ഞാൻ സെറ്റ് ആക്കിക്കോളാം, ഞാൻ വെച്ചോളാം, കുഴപ്പമില്ല. പിന്നെ ഇതെങ്ങനെയാണ് നീ എടുത്തേക്കാ? വല്ല പെർമിഷൻ വല്ല വാങ്ങിച്ചിട്ടുണ്ടോ നീ? പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ടോ ചോദിച്ചാ ഇല്ല. അത് വേറെ കാര്യം. അത് സീനാണെങ്കിൽ ചെയ്യുന്നേ. ഓക്കെ, അത് കുഴപ്പമില്ല. ചിലപ്പോൾ നിന്നെ പോലീസുകാർ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അത് പിന്നെ ഞാൻ നിന്റെ വീടിന്റെ പുറകുള്ള മറ്റേ ഗാരേജിൽ കൊണ്ട് വെച്ചാലും മതിയാവും. ആടാ, അത് അവിടെ വെച്ചാലും മതി, സീനൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഞാൻ അത് വെക്കാനുണ്ട്. ശരി, നീ അവിടെ കൊണ്ട് വെച്ചേക്ക്. ശരിടാന്നാ. അപ്പോൾ ഓക്കെ, ഇനി ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ പറ്റുമെങ്കിൽ ഞാൻ വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇതേ കോളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പം അവൻ പറഞ്ഞേക്കുന്നത് നമ്മുടെ നിസാൻ GTR അവൻ്റെ വീടിൻ്റെ പുറകിലുള്ള ഒരു ഗരാജ് ഉണ്ട് ഗൈസ്, അവിടെ കൊണ്ടെടുത്ത് വെക്കാനാണ് അവൻ പറഞ്ഞേക്കുന്നത്. നിങ്ങൾ കോളിൻ്റെ സംഭാഷണം കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നേരെ നോക്കി നമ്മുടെ നിസാൻ GTR ഉണ്ടല്ലോ, എടുത്തുകൊണ്ട് നോക്കി ഇങ്ങോട്ട് വരാൻ ഗൈസ്. എന്നിട്ടുണ്ടല്ലോ പൊളിക്കിന്നെ നീ കണ്ടോ? അങ്ങനെ ഈ അവൻ ഇത്ര കുറിച്ച് പ്രതീക്ഷിച്ചിട്ട് ഞാൻ ഞങ്ങൾ നിസാൻ GTR എടുക്കാട്ടെ. ഓക്കെ, ഇപ്പോൾ ഗൈസ് ഇങ്ങനെ നിസാൻ GTR എടുക്കാൻ വന്നേക്കാണെങ്കിൽ നമ്മ അപ്പോൾ നേരെ നമുക്ക് നിസാൻ GTR ഉണ്ടായി, നമുക്ക് എടുത്തോണ്ടും പോവാം ഗൈസ്. നമ്മുടെ R36 നമുക്ക് നേരെ കൂടെ എടുത്തോണ്ടും പോവാം ഗൈസ് നമ്മുടെ അവൻ്റെ വീട്ടിലേക്ക്. ഓക്കെ ഗൈസ്, പക്ഷെ ഒരു സീനുണ്ട്. അതാണ് എനിക്കൊരു കുറച്ചും കൂടി ഒരു ഡൾനെസ് പോലെ എനിക്ക് തോന്നണം. എന്താ അറിയോ? കാരണം എൻ്റെ വീടിൻ്റെ അടുത്താണല്ലോ പോലീസ് സ്റ്റേഷൻ. ഞാൻ കണ്ടിട്ടുണ്ടാവും. എൻ്റെ വീടിൻ്റെ അടുത്താണുള്ള ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷൻ. ഇപ്പം അവന് സീനാവും. അത് ഒരു വേറെ കാര്യം. ഫസ്റ്റ് എനിക്കറിയുന്ന ഒരു സീനാണ്, എന്നോട് കണ്ടിട്ട് ചോദിക്കും. അതാണൊരു മെയിൻ പ്രശ്നം. അത് ഇത്തിരി ഒരു കൺഫ്യൂഷൻ, ഇത്തിരി ഒരു ടെൻഷനായിട്ടുള്ള കാര്യമാണത്. ഇടിച്ചു ഗൈസ്. ഞാനോട് എന്ത് പറയും ഗൈസ്? ഡോറിന് മറ്റേ ലോക്ക് ഒടിഞ്ഞെന്ന് തോന്നുന്നു ഗൈസ്. അത് മഴ നിൽക്കണില്ല. പോടാ ഗൈസ്, നമ്മ എന്ത് ചെയ്യും? ഞാൻ പീറ്ററോട് ഞാൻ എന്ത് പറയും? സാറല്ല, എനിക്ക് ഒരുത്തന്നെ അറിയാം ഗൈസ് വർക്ക്ഷോപ്പിലൊന്ന് ഒരു മെക്കാനിക്കിനെ എനിക്കറിയാം. അവനെ കൊണ്ട് ശരിയാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ശരിയാക്കിപ്പിക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം ഇതല്ലല്ലോ. നമ്മുടെ വിഷയം പോലീസ് കേസ്. ഇതാണ് പ്രശ്നം. അതിനി എന്ത് ചെയ്യും? അവരാണെങ്കിൽ ഈ പറഞ്ഞ പെർമിഷൻസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഒന്നാമത് ഈ ദുബായ് രജിസ്റ്റേർഡ് വണ്ടി ആയതുകൊണ്ടേ കുറച്ച് റിസ്ക്കാണ്. അതായത് അതായത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റോടൊക്കെ ചോദിക്കണമല്ല. അതാണ് ഇത്തിരി ഒരു സീൻ. അതിപ്പോൾ എന്താ ചെയ്യും ഇങ്ങനെ ആലോചിക്കണം. അത് ഒട്ടും ആലോചിച്ചിട്ട് ഇയാളിത് എവിടെ നോക്കിയിട്ട് വണ്ടി ഓടിക്കണം? ഞാൻ എന്താ ഹോൺ അടിച്ച് മാർക്കൂടെ? അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഒരു ശ്രദ്ധക്കുറവും കൂടി ഉണ്ട്. സാറില്ല, പോണെങ്കിൽ പോട്ടെ, നമുക്ക് ശരിയാക്കിപ്പിക്കാം. ഇപ്പോൾ കേസിന് എന്ത് ചെയ്യും? അതൊരിത്തിരി ടെൻഷനുള്ള കാര്യമാണ്. അത് സാറില്ല, നമുക്ക് അവനെ കൊണ്ടൊന്ന് ശരിയാക്കിപ്പിക്കാൻ നോക്കാം. അവനും കുറച്ച് റിച്ച് മാനല്ലേ, അവനും കൂടി ഒന്ന് സെറ്റാക്കിപ്പിക്കാം. ഓക്കെ,
അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ അവൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് അവൻ്റെ വീട്, ഞാൻ കാണിച്ചതല്ല. ഓക്കെ, അപ്പോൾ നോക്കിന് ഒരഞ്ഞി എൻ്റെ ഡ്രൈവിങ്ങിന് കുഴപ്പമില്ല. അത് പതിങ്ങത് അതെന്തെങ്കിലും ആവട്ടെ. നമുക്കിനി നമ്മുടെ നേരെ നമ്മുടെ ഗരാജിലേക്ക് കയറ്റാം ഗൈസ്. അവൻ്റെ ദേ എടുക്കണം ഗൈസ് അവൻ്റെ ഗരാജ്. ഓക്കെ സെറ്റ് ഗൈസ്. ഓക്കെ, നമ്മളിങ്ങനെ കയറ്റാൻ പോണാണ്. കേറ്ററോ വണ്ടി കയറോ, പോട്ടെ 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 വണ്ടി പോട്ടെ വണ്ടി പോട്ടെങ്ങൾ വണ്ടി പോട്ടെ 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 പോട്ടെ. മുട്ടില്ല. ഓക്കെ സെറ്റ് 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 ഓക്കെ ഗൈസ് സെറ്റ്. നമുക്കിനി ഇറങ്ങാട്ട് ഗൈസ്. ഓക്കെ, നമ്മൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇനി പുറത്തേക്ക് പോകാം ഗൈസ്. ഓക്കെ, അങ്ങനെ സക്സസ്ഫുള്ളി ഇതാ ഗൈസ് നമ്മളിതാ നിസാൻ GTR R36 നമ്മളിതാ കൊണ്ടുവന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതേ സുഹൃത്തുക്കളെ, പക്ഷേ ഒരു കാര്യമുണ്ട് ഗൈസ്, നമ്മുടെ താറ് അവിടെയാണ്. അവനെങ്ങനെ അങ്ങോട്ട് പോവും? ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ഗൈസ്, ഞാനിപ്പോൾ തൽക്കാലത്തേക്കൊന്ന് അവനൊന്ന് വിളിച്ചു ചോദിച്ചിട്ടൊന്ന് കാര്യം സെറ്റാക്കിപ്പിക്കട്ടെ. എന്നിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് ഞാൻ പറയാം. എന്നിട്ട് ചിലപ്പോൾ വല്ല ഐഡിയ പറഞ്ഞാൽ ചിലപ്പോൾ അവൻ വന്നിട്ട് പോകാൻ പറ്റും. ഇപ്പോൾ ഗൈസ് അവൻ വിളിച്ച് ഞാൻ ചോദിച്ച്, അപ്പോൾ അവൻ പറഞ്ഞേക്കണേ നമ്മളിവിടെ നിഞ്ച എടുപ്പുണ്ട്, ദേഹം എടുക്കുന്ന നിഞ്ച ഗൈസ്. ഓക്കെ, ഞാൻ പറഞ്ഞ വണ്ടിയിൽ നിഞ്ച H2R ഇപ്പോൾ H2R പിടിച്ച് നീ ഇപ്പോൾ പോയിക്കോ, എന്നിട്ട് നീ തൽക്കാലത്തേക്ക് നീ നാളെ കൊണ്ടുവന്ന് തന്നാലും മതി ഈ വണ്ടി എന്നൊക്കെ പറഞ്ഞ് അവൻ. ഓക്കെ, ഇപ്പം നേരം നമുക്കിനി നമ്മുടെ വീട്ടിലേക്ക് പോകാം ഗൈസ്. ഇത് പറക്കും സാധനം, ഒരു രക്ഷയില്ലാത്തതുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം ഓടിച്ചു നോക്കിയിട്ടുള്ളതാണ് ഗൈസ്. ഒന്നും രക്ഷയില്ല, കിണ്ണം വണ്ടിയാണ്, ഒന്നും പറയാനില്ല, അതേമാതിരി സ്പീഡാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ ഇനി നേരെ നമ്മുടെ വീട്ടിലെത്തി ഇനി ബാക്കിയാണെങ്കിൽ നോക്കാട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കണ്ടോ, ഇതാണ് ഗൈസ് നമ്മുടെ വീടിനുള്ള മൊത്തത്തിലുള്ള ലുക്ക്. ഇപ്പോഴേ നിങ്ങൾ കണ്ടോ. ഇപ്പോൾ ഗൈസ് ഫോർച്യൂണർ അവൻ കൊണ്ടിട്ട് ഇതൊരു തിരിച്ച് വെച്ചിട്ടില്ലേ? ഓ ഷിറ്റ്, അവനെ എപ്പോൾ കൊണ്ടുവന്ന് വെക്കുമെന്നാവും ഇനി. ഇനി എന്ത് ചെയ്യും ഞാൻ? സാരില്ല, അവനോട് ഞാൻ വിളിച്ചു പറഞ്ഞോളൂ, അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, നോ പ്രോബ്ലംസ്. ഇപ്പോൾ ഗൈസ് RC390 ഇവിടെ 115 ഇവിടെ കിടക്കും, R15 കിടപ്പുണ്ട്. അതാണ് ഞാൻ 150 എന്ന് പറഞ്ഞത്. 150 എന്നല്ല 115 എന്ന് പറഞ്ഞു, സോറി. എന്തൊക്കെയാണ് ഞാൻ പറയണത്, എനിക്ക് കൂടെ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ശരി സബ്സ്ക്രൈബ് മറക്കില്ലേ. അപ്പോൾ ഓക്കെ എടുത്തിരിക്കണം. അപ്പോൾ ടാറ്റാ.